നമസ്കാരം. മോർണിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. മണ്ണാങ്കട്ടയും കരിയിലെയും എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ നമ്മോടൊപ്പം ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ ഉണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കും മുമ്പ് ആദ്യം പ്രധാന തലക്കെട്ടുകളും നോക്കാം. കേരളത്തിൽ എല്ലായിടത്തും നടിയെ ആക്രമിച്ച കേസിൽ നടി രമ്യ നമ്പീശിനെ മുഖ്യസാക്ഷിയാക്കാൻ പോലീസ് ധാരണ. പോലീസ് തീരുമാനം രമ്യയുടെ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. ബ്ലൂ വെയിൽ കളിച്ചതിന് ഇടുക്കി സ്വദേശിയായ വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസ്. വിദ്യാർത്ഥി പിടിയിലായത് കൈമുറിച്ച ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടതിന് പിന്നാലെ ജാമ്യത്തിൽ വിട്ട വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിൽ. PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനി ഇന്ന് ബാംഗ്ലൂർ ജയിലിലേക്ക് മടങ്ങും. ജാമ്യവ്യവസ്ഥയിൽ സുപ്രീം കോടതി നൽകിയ ഇളവ് ഇന്ന് അവസാനിക്കും. മടങ്ങുന്ന മദനിയുമായി സംസ്ഥാന മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയുടെ മുഖ്യ നയതന്ത്ര വിദഗ്ധൻ സ്റ്റീവ് ബാനനെ ഡൊണാൾഡ് ട്രംപ് പുറത്താക്കി. ഷാർലറ്റിനെ വംശീയ പ്രതിഷേധത്തിന് ഇടയാക്കിയതിൽ തടയിടാൻ നടപടി. സ്റ്റീവിന്റെ പ്രവർത്തനങ്ങൾക്ക് നന്ദി അറിയിച്ച വൈറ്റ് ഹൌസ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കരുത്തറിയുന്നിറങ്ങും. ആൻഫീൽഡിൽ ക്രിസ് പാർക്ക് ലിവർപൂളിന്റെ എതിരാളികൾ യുണൈറ്റഡ് സ്വാൻ സിറ്റിയെ നേരിടും. ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം വെളിപാടിന്റെ പുസ്തകം ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്താനിരിക്കുകയാണ്. ചിത്രത്തിലെ ആദ്യ ഗാനം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. മോഹൻലാൽ ചിത്രം വെളിപാടിന്റെ പുസ്തകം ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്താനിരിക്കെയാണ് ചിത്രത്തിലെ ആദ്യ ഗാനം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. മൈക്കിൾ ഇടിക്കുള എന്ന കോളേജ് അധ്യാപകനായി മോഹൻലാൽ എത്തുന്ന ചിത്രത്തിലെ ആദ്യ വീഡിയോ ഗാനം 5 ലക്ഷത്തിലധികം ആളുകളാണ് ഇതിനോടകം കണ്ടുകഴിഞ്ഞത്. അനിൽ പനച്ചൂരാൻ രചന നിർവഹിച്ച് ഷാൻ റഹ്മാൻ ഈണമിട്ട ഗാനം 15 മണിക്കൂറിനകമാണ് ഇത്രയേറെ കാഴ്ചക്കാർ സ്വന്തമാക്കിയത്. ഫിനിക്സ് കോളേജിലേക്ക് കടന്നു വരുന്ന മൈക്കിൾ ഇടിക്കുളയും വിദ്യാർത്ഥികളായി ഡാൻസ് ചെയ്യുന്ന അപ്പാനി രവീഫയും ശരത്തും ജൂഡ് ആന്റണിയും റോഷനുമാണ് ഗാനത്തിലുള്ളത്. മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത്. അന്ന രാജൻ, പ്രിയങ്ക എന്നിവരാണ് നായികമാർ. അനൂപ് മേനോൻ, സലിം കുമാർ, സിദ്ദിഖ് എന്നിവരും ചിത്രത്തിലുണ്ട്. ഒപ്പം എന്ന വമ്പൻ ഹിറ്റിന് ശേഷം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് വെളിപാടിന്റെ പുസ്തകം. എന്റർടൈൻമെന്റ് ഡെസ്ക് റിപ്പോർട്ടർ. ഒമർ ലുലു സംവിധാനം ചെയ്ത ചങ്ക്സ് തിയേറ്ററുകളിൽ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിലെ ഒരു ഗാനം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഗോവയിലാണ് ഗാനം ചിത്രീകരിച്ചിട്ടുള്ളത്. എന്റെ കിളി പോയി, എന്റെ
അയ്യോ അയ്യോ. എന്റെ ടൈം വന്നേ, എന്റെ ടൈം വന്നാ പിന്നെ അയ്യോ അയ്യോ. കനവാണോ റിയലാണോ, റിയലാണെന്നാലും കനവാണോ, ഇനിയാരും കേട്ടാലും അവരഞ്ചിന്റെ പൈസക്ക് വിശ്വസിക്കൂല. അയ്യോ അയ്യോ. ചിരിച്ച് ചിരിച്ച് കളിച്ച് കുളിച്ച് നനഞ്ഞു നിൽക്കണ നേരം ലൈഫ് ജിങ്കാലാല, ലൈഫ് ജിങ്കാലാല. കൊതിച്ച് കൊതിച്ച് മനസ്സ് തുടിച്ച് ചിറകൊരുമണ കാലം ലൈഫ് ജിങ്കാലാല, ലൈഫ് ജിങ്കാലാല. പറന്നേ നിറമുള്ള പട്ടം പോലെ ഉയരത്തിൽ ഇഷ്ടം പോലെ പറക്കടറുമറിയോ. നിവിൻ പോളിയുടെ ഹിറ്റ് ചിത്രം ഒരു വടക്കൻ സെൽഫിയുടെ തെലുങ്ക് പതിപ്പായ മേട മീത അബ്ബായിയുടെ ഗാനത്തിന്റെ പ്രമോ എത്തി. ഏകാന്തമാ ഏകാന്തമേ എന്ന ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ఏకాంతమే దరిచేర నిన్నెప్పుడు చలి ఊహలా సడి చేసనే నా గుండె చిరు చప్పుడు కలకడలికి అలనురగల బలలు విసురుతోందే చలి చూపు చిరునవ్వుతో మల్లెల హరి విల్లుల చిరు జల్లు జల్లుతోందే చిరుగాలి చిగురింతతో. ഷൈൻ ടോം ചാക്കോ, സൈജു കുറുപ്പ്, ജോബി, സൃന്ദ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന മണ്ണാങ്കട്ടയും കരിയിലെയും എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. അരുൺ സാഗരയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. സുജിൻ ദേവാണ് ചിത്രത്തിന്റെ സംഗീതം നൽകിയിട്ടുള്ളത്. അതെ, നിങ്ങൾ എന്തിനാ എന്നെ ഓടിക്കുന്നത്? ഞാനല്ല, ഞാൻ ഈ സിനിമയെ പോലെ അഭിനയിച്ചിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ വില്ലനാവും? ചിലപ്പോ നിങ്ങൾ ഉദ്ദേശിച്ച ആരെങ്കിലും ഇതിനകത്തുണ്ടാവും. ഇതിനകത്ത് നോക്കിയോ. ഞാൻ പറഞ്ഞില്ലേ ഞാനല്ല വില്ലനെന്ന്. ഇതിലൊരാളാണ് ആ വില്ലൻ. ആ വില്ലൻ ആരാണെന്ന് അറിയണ്ടേ? ബാ. അയ്യടാ, അങ്ങനെ ഓസിനറിയണ്ട. ആ വില്ലൻ ആരാണെന്ന് അറിയണമെങ്കിൽ അങ്ങ് തിയേറ്ററിൽ ഒന്ന് പടം കാണും. ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സംഗീത സംവിധായകൻ സുജിൻ ദേവും അതുപോലെ നടൻ ജോബി തിരുവനന്തപുരത്തു നിന്നൊപ്പം ചേരുകയാണ്. സ്വാഗതം രണ്ടുപേർക്കും മോർണിംഗ് റിപ്പോർട്ടറിലേക്ക്. സ്വാഗതം. ജോബി, എന്താണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ? ഒരുപാട് നാളായി മലയാളി പ്രേക്ഷകർ ജോബിയെ കണ്ടിട്ട്. എങ്ങനെയുണ്ട് പ്രതികരണം ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ? ഒരുപാട് സന്തോഷം. പ്രതീക്ഷിച്ചതിലും വലിയൊരു വിജയാഹ്ലാദം എൻ്റെ മനസ്സിൽ പ്രേക്ഷകർ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. എങ്ങനെയുണ്ട് പ്രതികരണങ്ങൾ? എങ്ങനെയുണ്ട്? ഈ പ്രതികരണങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷവാനാക്കിയത്.
ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ ഒരു വേറൊരു തലത്തിലാണ്, വേറൊരു താളത്തിലാണ്, വേറെ രീതിയിലാണ്. അത് ജനങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടും, എങ്ങനെ പോകുമെന്നുള്ളതിൻ്റെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് മാറിക്കിട്ടി, അതിനുള്ളൊരു വലിയൊരു സന്തോഷമാണ്. ആ ട്രീറ്റ്മെൻറ്റിനെ ജനം അംഗീകരിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായും ജോബിയിലേക്ക് വരാം. ഇപ്പോൾ സംഗീത സംവിധായകൻ സുജിൻ ദേവ് ഒപ്പം ചേരുകയാണ്. സുജിൻ, ആദ്യ സിനിമയാണ് മണ്ണാങ്കട്ടയും കരിയിലെയും. എങ്ങനെയുണ്ട് പ്രതികരണം? എങ്ങനെയുണ്ട്? ഇന്നലെ തിയേറ്ററുകളിൽ ചിത്രം എത്തിയിരിക്കുകയാണ്. ആദ്യമേ ഞാൻ പറഞ്ഞുകൊള്ളിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ ആവാനൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനൊടുവിൽ ദൈവാധീനമായിട്ട് ഈശ്വരൻ ഒരു ഫലം തന്നു എന്ന് തന്നെ പറയാം. കാരണം വളരെ മനോഹരമായ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ലെങ്കിലും ഒരു വളരെ നല്ലൊരു നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് എനിക്ക് അവസരം നൽകിയതിൻ്റെ ഫിലിം ഡയറക്ടർ എൻ്റെ പ്രിയ സുഹൃത്ത് അരുൺ സാഗരയോടാണ് എനിക്ക് വലിയൊരു കടപ്പാടുണ്ട്. അതിലുപരി ആദ്യമായിട്ടൊരു ഫിലിമിൽ ഒരു സിനിമയെ നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ മലയാളത്തിൻ്റെ വാനമ്പാടി നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയെ കൊണ്ട് തന്നെ ഒരു ഗാനം പാടിപ്പിച്ചുകൊണ്ട് തന്നെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ എനിക്ക് സാധിച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈശ്വരൻ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഈ പാട്ട് ഇതിനകം തന്നെ യൂട്യൂബിലൊക്കെ ഒത്തിരി പേര് കണ്ടു, നല്ല റിവ്യൂ ഉണ്ട്, ഒത്തിരി പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ സിനിമ ഇറങ്ങിയതിന് ശേഷം തന്നെ ഒത്തിരി ഫോൺ കോൾസ് വന്നു. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. നമുക്ക് ചിത്ര ചേച്ചി പാടിയ പാട്ടൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആദ്യ പാട്ട് തന്നെ ചിത്ര ചേച്ചി. അത് മാത്രമല്ല, ചിത്ര ചേച്ചി അത് പാടുമ്പോൾ ഭയങ്കര ഫീൽ ചെയ്ത് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. മേക്കിംഗ് വീഡിയോയിൽ തന്നെ കാണാം. അത് കണ്ണ് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസിഡൻ്റുള്ളൊരു സംഭവം. നമ്മുടെ സ്റ്റുഡിയോയിൽ ചേച്ചി പാടിയിട്ട് ഇതിൻ്റെ ഒരു സ്ലോ വെർഷൻ പാടാൻ പറഞ്ഞാൽ ചേച്ചിയോട്. അപ്പോൾ ചേച്ചി അത് വളരെ ഒരു സാഡ്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ പാടാൻ പറഞ്ഞപ്പോൾ ചേച്ചി പാടി തീർന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകയാണ്. അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം ഞാൻ നോക്കിയപ്പോൾ ചേച്ചി വളരെ സൈലൻ്റായിട്ട് നിൽക്കുക. അപ്പോൾ ഞാനിങ്ങനെ പ്രത്യേകിച്ച് ചേച്ചി എന്ന് വിളിച്ചിട്ട് ഒരു അനക്കമില്ല. അപ്പോൾ ഞാനിങ്ങനെ എണീറ്റ് വോയിസ് ബൂത്തിനകത്ത് നോക്കിയപ്പോഴത്തേക്കും ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ചേച്ചി ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഭയങ്കര ഫീൽ ചെയ്ത് ഞങ്ങൾ അവിടെ സ്റ്റുഡിയോയിൽ നിന്ന് മുഴുവൻ ആൾക്കാരെയും കരയിപ്പിച്ച ഒരു രംഗമായിരുന്നു. അപ്പോൾ അത്രയ്ക്കും, കാരണം എൻ്റെ ആദ്യ ഗാനമാണ്. അപ്പോൾ ചേച്ചി വോയിസ് ബൂത്തിൽ പാടാൻ കയറിയപ്പോൾ തന്നെ ഞാൻ ആദ്യം പോയി സാഷ്ടാംഗം ചേച്ചിയുടെ കാൽക്കുകൾ വേണ്ടി പറഞ്ഞു, എൻ്റെ ആദ്യ സിനിമയാണ് ചേച്ചിയുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി വല്ലാത്ത അവസ്ഥ. ചേച്ചി ഈ പാട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത്രത്തോളം ചേച്ചി മനസ്സ് നിറഞ്ഞ് പാടിയതുകൊണ്ട് മാത്രമാണ് ഈ പാട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് എന്നോടിപ്പോൾ അതിനോട് റിവ്യൂ നല്ല അഭിപ്രായം പറയുന്നത്. എൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ചേച്ചി അത്രയ്ക്ക് മനസ്സ് നിറഞ്ഞ് പാടിയതുകൊണ്ട് മാത്രമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പണ്ട് പറയാറുണ്ട്, മണ്ണാങ്കട്ടയും കരിയിലെയും കൂടി കാശിക്ക് പോയി എന്ന് പറയാറുണ്ട്. കാശിക്ക് പോയിട്ടാണോ സംഗീതം നൽകിയിട്ടുള്ളത്? കാരണം ഈ സിനിമ തന്നെ അത്രയ്ക്കും, കാരണം നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ പേര് മണ്ണാങ്കട്ടയും കരിയിലെയും എന്ന് പറയുന്നത്. മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയ ഒരു കഥ അന്വർത്ഥമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. വളരെ നല്ല മറ്റ് ഒരുപാട് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ബേസ്ഡോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഒരു വളരെ ശാന്തമായ ഒരു കുഞ്ഞു സിനിമ. വളരെ നല്ല രീതിയിൽ ആൾക്കാരത് വളരെ നല്ല തിയേറ്റർ വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ആൾക്കാരുടെ മനസ്സിലൊരു വിങ്ങൽ ഉണ്ടാകുന്ന രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്, അതിൻ്റെ ക്ലൈമാക്സൊക്കെ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇപ്പോൾ ഈ ചിത്രം തിയേറ്ററിൽ പോയി തന്നെ കാണുക. കണ്ട് ഈ ചിത്രം വിജയിപ്പിക്കുന്നതോടൊപ്പം പാട്ടും ശ്രദ്ധിക്കപ്പെട്ടാൽ മാത്രമേ നമുക്കിനി ഒരു മ്യൂസിക്കൽ ലൈഫ്, സിനിമയുമായിട്ട് ബന്ധപ്പെട്ടൊരു മ്യൂസിക്കൽ ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാകണമെന്ന് ഞാൻ തീർച്ചയായും. ജോബി തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നുണ്ട്. ജോബി, അരുൺ സാഗരയാണ് ചിത്രത്തിൻ്റെ സംവിധാനം. ഒരുപാട് നാളുകളായി അടൂർ ഗോപാലകൃഷ്ണൻ്റെ അസിസ്റ്റൻ്റായി ജോലി ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിനോടൊരു ജോലി ചെയ്യുമ്പോൾ, വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? ഒപ്പം താങ്കളുടെ ഒരു കഥാപാത്രത്തെക്കുറിച്ചും. പറയുകയാണെങ്കിൽ ഈ സമയം പോരാ, അത്രയ്ക്കേറെ പറയാനുണ്ട്. ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ, ഇതിൻ്റെ വിജയ സാധ്യതയിൽ ഞാൻ സന്തോഷിച്ചിരുന്നപ്പോഴതൊക്കെയാണ് പെട്ടെന്ന് സുജിനെ കാണാൻ ഇടയായത്. ആ പാട്ട് കണ്ണ് നിറച്ചതുപോലെ പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ടപ്പോൾ തന്നെ. അതാണ് ആ പാട്ടിൻ്റെ ഒരു വശീകര. പിന്നെ പെട്ടെന്ന് ഇപ്പോൾ അരുൺ സാഗരെക്കുറിച്ച് പറഞ്ഞു, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ആ സൗഹൃദമാണ് ഇങ്ങനെ വഴിതെളിച്ചത്. ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ പോൾ,
പോളും ഞാനുമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ബന്ധം, ഈ ബന്ധമാണ് ഞങ്ങളെ തമ്മിൽ ഈ ഒരുക്കി ചേർത്തതും ഇങ്ങനൊരു സിനിമയുടെ ഒരു വലിയൊരു സാധ്യതയിലേക്ക് വികാസം പ്രാപിച്ചത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇതിലെ എല്ലാ ക്രൂകളും എല്ലാവരും അറിയാം, അതിൻ്റെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഇതൊരു ചെറിയ പടമാണ്. ആ ചെറിയ പടത്തിൽ തന്നെ ആരും പിന്നെ ഇതിൻ്റെ പ്രതിഫലത്തെക്കാളേറെ എല്ലാവരും മോഹിച്ചത് ഇതിൻ്റെ വിജയസാധ്യതയാണ്, ഈ ഒത്തൊരുമയാണ്. ആ ഒത്തൊരുമയാണ് നമ്മുടെ എല്ലാവരെയും ഈ ഒരു വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചത്. പ്രത്യേകിച്ച് പോളിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയുവാനുള്ളത്, അദ്ദേഹം ഇതിന് ധൈര്യം കാട്ടി എന്നുള്ളത്. ഈ ചിത്രം എടുക്കാനായിട്ട് അരുൺ എന്നോട് ഈ കഥ പറയുമ്പോൾ ഇത് ആരാണെന്നുള്ളത് എനിക്ക് അറിയില്ല. ഈ കഥാപാത്രം അവസാനം പറയുന്നത് ഇത് ഞാനാണ് എടുക്കേണ്ടതെന്ന് ഞാൻ അതിശയിച്ചു പോയി. ഞാൻ ഇതുവരെ കോമഡി ചെയ്തിരുന്ന ഒരു ഞാൻ എങ്ങനെ ഈ ഒരു കഥാപാത്രം എന്നിൽ താങ്ങുമോ എന്നുള്ളൊരു അദ്ദേഹമാണ് എനിക്ക് ധൈര്യം തന്നത്. അതുകൊണ്ട് എനിക്ക് ആ ധൈര്യത്തിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് വന്നതും ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഒരുപാട് സന്തോഷം. തീർച്ചയായും ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ് എന്നൊരു ലേബലിലായിരുന്നു ഇത്രയും നാളും ചിത്രം അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചിത്രം റിലീസായതിനു ശേഷം അറിയുന്ന ഒരു സസ്പെൻസ് ത്രില്ലറാണ് ചിത്രം എന്നറിയുന്നു. ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്താണ്? ഇത് സസ്പെൻസാണ് എന്നതിന് ഉപരിയായിട്ട് ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ, ഇതൊരു ഫാമിലി സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മലയാളികൾ കുടുംബമായിട്ട് കാണുവാനുള്ളൊരു ചിത്രമാണ്. എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. നമ്മുടെ നാട്ടിൽ സംഭവിക്കാവുന്ന സംഭവവികാസങ്ങൾ അത് പച്ചയായിട്ട് യാതൊരു ഗിമിക്സുകളും ഇല്ലാതെ, ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉള്ള സംഭവങ്ങളല്ലാതെ ബ്രെയിൻ കൊണ്ട് കളിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ കാശ് മുടക്കി അത്തരത്തിൽ എടുക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും വേർപെട്ടുകൊണ്ട്. പക്ഷേ അങ്ങനെയല്ല, തീർച്ചയായിട്ടും ജീവിതഗന്ധിയായ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായി നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ഉള്ള മാറി ചിന്തിക്കുവാനുള്ളതും ഒക്കെയായ നമ്മുടെ ജീവിതം അത് തന്നെയാണ് പച്ചയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അത്തരത്തിൽ തന്നെ ജനങ്ങളത് വന്ന് കാണണം, അത് കണ്ട് വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. മോർണിംഗ് റിപ്പോർട്ടിലേക്ക് തിരികെ സ്വാഗതം. മണ്ണാങ്കട്ടയും കരിയിലെയും എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സംഗീത സംവിധായകൻ സുജിൻ ദേവും നടൻ ജോബിയുമാണ് നമ്മോടൊപ്പം ഉള്ളത്. സുജിൻ, നമ്മൾ ആലിൻകൊമ്പിൽ നിന്നുള്ള കണ്ണ് നനയിക്കുന്ന ഒരു പാട്ട് നമ്മൾ എന്തായാലും കണ്ടു. ചിത്രയുടെ ഒരു 2 വരി നമുക്ക് വേണ്ടി പാടാം. അതിനു മുമ്പായിട്ട് ഇതിൽ വേറെ ഒരു ഗാനം കൂടെയുണ്ട്. ആ ഗാനം പാടിയിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തും പിന്നെ ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിലൂടെ വന്ന് ഒരു പ്രശസ്തനായ ഒരു സോമദാസ് എന്ന് പറയുന്ന ഒരു സിംഗറാണ്. സോമദാസാണ് അതിലെ ഒരു ഗാനം. വളരെ ഇമോഷണലായിട്ട് ആ സിനിമയുടെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ആ പാട്ട് കയറി വരുന്നത്. അത് ആ പാട്ടിനെ കുറിച്ചും വളരെ നല്ല അഭിപ്രായമുണ്ട്. ആ ഗാനം സോമദാസാണ് അത് പാടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രേച്ച് പാടിയ ഈ പാട്ടിൻ്റെ ഒരു മെയിൽ വെർഷൻ കൊല്ലം അഭിജിത്ത് എന്ന് പറഞ്ഞ സിംഗർ പാടിയിട്ടുണ്ട്, സിനിമയിലില്ല. അതുപോലെ തന്നെ സോമദാസ് പാടിയ പാട്ടിൻ്റെ ഫീമെയിൽ വെർഷൻ ആതിര മുരളി എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിലൂടെ തന്നെ വിന്നറായ ആതിരക്കുട്ടിൻ്റെ ഒരു നേത്തിയാണ് ആതിരയാണ് ഒരു ഗാനം പാടിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ കമ്പോസ് ചെയ്ത ആ ഗാനം വളരെ മനോഹരമായി മനസ്സ് നിറഞ്ഞ് ചേച്ചി പാടി വെച്ചിട്ടുണ്ട്. ഞാൻ ആ പാട്ട് പാടുന്നത് അതിനോട് കാണിക്കുന്നൊരു അനീതിയായിട്ട് ചിലപ്പോൾ തോന്നാം, എങ്കിലും സദയം ക്ഷമിക്കുക ശുഭാവണത്തോടെ. ആലിൻ കൊമ്പിൽ ചാഞ്ചാടി മൂളിപ്പാടും കുയിലമ്മേ രാരിരാരം പാടുമോ നീ എന്നോമൽ കുഞ്ഞുറങ്ങാൻ രാരിരാരം പാടുമോ നീ എന്നോമൽ കുഞ്ഞുറങ്ങാൻ രാരിരാരോ ആരാരിരാരോ രാരി രാരോ ആരിരാരോ രാരിരാരോ
രാരേ രാരോ. ഇനി പുതിയ ഫ്യൂച്ചർ വർക്കുകൾ എന്താണ്? അതോ ഇതിൻ്റെ ഒരു ടെൻഷനെല്ലാം കഴിഞ്ഞിട്ട് മതി? ഇതിൻ്റെ ഒരു ടെൻഷൻ അങ്ങനെ എനിക്ക് ആധികാരികമായിട്ട് പറയാമെങ്കിലും ഇതിന് പ്രേക്ഷകരിലേക്ക് എത്തി നമ്മുടെ വലിയ വലിയ സിനിമാ പ്രവർത്തകരൊക്കെ കേട്ട് അവരുടെയൊക്കെ മനസ്സിൽ പറഞ്ഞാൽ മാത്രമേ അടുത്ത് നമുക്കൊരു ചാൻസ് ഉള്ളൂ. അങ്ങനെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇപ്പോൾ പുതിയ പ്രോജക്റ്റ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഓണപ്പാട്ടും നാടൻ പാട്ടും ഒക്കെ ആയിട്ട് ചെയ്തിട്ടൊരു പൂങ്കുയിലും മാമ്പഴം എന്ന് പറയുന്നൊരു ഓഡിയോ CD ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഈ 25th മുമ്പായിട്ട് അത് റിലീസാവുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ എൻ്റെ തന്നെ ഒരു ഓൺ മ്യൂസിക്കൽ വീഡിയോ ഒരു ആൽബം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ. പിന്നെ ഈ മേഖലയിൽ എനിക്കറിയപ്പെടുന്ന കുറച്ച് നല്ല ആൾക്കാരുണ്ട്, ഡയറക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്നെ ഇങ്ങനെ അവരുടെ അടുത്ത വർക്കുകളിലൊക്കെ പരിഗണിക്കാമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരിഗണിച്ചാൽ നമുക്ക് വീണ്ടും തീർച്ചയായും എന്തായാലും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ജോബി ചേട്ടനുണ്ട്. ജോബി ചേട്ടൻ വളരെ നല്ല പെർഫോമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചത്. ജോബി ചേട്ടൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ ചിത്രം. അത് പ്രേക്ഷകർ കണ്ടാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. വളരെ നന്നായിട്ട് ജോബി ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ഈ ഫിലിം തീർച്ചയായിട്ടും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഈ സിനിമ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങളെപ്പോലുള്ള കൊച്ചു കലാകാരെ വിജയിപ്പിക്കണം. ഞങ്ങൾക്കൊരു ഇതിലൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ വേണ്ടിയിട്ടും കൂടെ എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവണമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു. തീർച്ചയായും ജോബിചേട്ടൻ്റെ മുഖത്ത് തന്നെ കാണാം ആ ഒരു സന്തോഷം. ജോബിചേട്ടാ, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇപ്പോൾ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. കാരണം ഈ ബന്ധങ്ങളെന്ന് പറഞ്ഞത്, ഈ ഓണത്തിനെ കുറിച്ച് പറഞ്ഞു. ഓണം തന്നെ മനുഷ്യരെ ഒന്നുപോലെ കാണുന്ന ഒരവസ്ഥ, തട്ടുകളില്ലാതെ മനുഷ്യരെ ഒന്നുപോലെ കാണുന്ന ഒരവസ്ഥ, ബന്ധനങ്ങളാക്കാതെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥ, ഐശ്വര്യപൂർണമായ ഒരു ഓണത്തിന് നന്ദിയായിട്ട് ഈ സിനിമ എല്ലാവരും കാണുകയും അത് ഉൾക്കൊള്ളുകയും നമ്മുടെ ബന്ധങ്ങളെ തിരിച്ചറിയുകയും വേണം എന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങളിത് വന്ന് കണ്ടു നോക്കണം. കാരണം ഇതിൻ്റെ ഒരു താളം ഞാൻ പറഞ്ഞുവല്ലോ മറ്റൊരു രീതിയിലാണ്. അതും പുതിയ സിനിമകളെ ഉൾക്കൊള്ളുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നു. അവിടെയാണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. അത് ജനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഈ സിനിമ വിജയിക്കുന്നു. തീർച്ചയായും നമ്മുടെ സൗഹൃദങ്ങളെ കൂട്ടിയിണക്കി ഈ സിനിമയെ നമുക്ക് പരസ്പര സഹായമായ മണ്ണാങ്കട്ടയും കരിയിലയും പരസ്പരം സഹായമാകുന്ന രീതിയിൽ വരുന്നത് പോലെ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ സൗഹൃദങ്ങളെ ഓർത്തിണക്കാം. ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുക. തീർച്ചയായും അരുണിൻ്റെ ജീവിതഗന്ധിയായ സിനിമ തിയേറ്ററുകളിൽ എന്തായാലും പ്രദർശനത്തിന് എത്തിയിരിക്കുകയാണ്. നല്ല മികച്ച വിജയം തന്നെ ആയിരിക്കട്ടെ ചിത്രത്തിന്. രണ്ടുപേർക്കും വളരെയധികം നന്ദി. മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയതിനും ഇത്രയധികം വിശേഷങ്ങൾ പങ്കുവച്ചതിനുള്ള. ജോബി ചേട്ടനെ അത് സംബന്ധിച്ചിടത്തോളം ഒത്തിരി നാളുകളായി മലയാളി പ്രേക്ഷകർ കണ്ടിട്ട് തന്നെ വളരെയധികം സന്തോഷം ഇത്രയധികം വിശേഷങ്ങൾ പങ്കുവച്ചതിന്. രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അതിഥികളും അവരുടെ വിശേഷങ്ങളും എല്ലാമായി മോർണിംഗ് റിപ്പോർട്ടർ നാളെ തുടരും. നമസ്കാരം.